ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനും പിന്നെ ലഞ്ച് പ്രിപ്പറേഷനും കാണിക്കുന്നത്. അപ്പോൾ രാവിലെ ചായ ഉണ്ടാക്കുക. പിന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മോന് ചോക്ലേറ്റ് പാൻ കേക്ക് വേണം എന്നാണ് പറയുന്നത്. അപ്പം വിചാരിച്ചു എന്നാൽ ശരി ചോക്ലേറ്റ് പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ രാവിലെ ചായയൊക്കെ എടുത്തു, പിന്നെ പാൻ കേക്കൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ചോക്ലേറ്റ് പാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഗോതമ്പ് പൊടി എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. മൈദ വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഇച്ചിരും കൂടെ ബേക്കിംഗ് സോഡയും ചേർത്തു. എന്നിട്ട് പിന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ട് 1 മുട്ടയും, പിന്നെ ഞാനിപ്പം 1 പഴം ചേർക്കുന്നുണ്ട്. ഇത് ബനാന ചോക്ലേറ്റ് പാൻ കേക്കാണ്. അപ്പം 1 പഴം, 1 റോബസ്റ്റ പഴം ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരു 2 കപ്പ് പൊടി എടുത്തിട്ട് 2 ബനാനാസ് ചേർത്ത് ഉണ്ടാക്കാം. എന്നിട്ട് പിന്നെ ഞാൻ അതിലേക്ക് 1 കപ്പ് പാലും പിന്നെ 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിയും കൂടെ ചേർത്തു. എന്നിട്ടൊരു ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തു, ഒരു 1/4 ടീസ്പൂൺ. എന്നിട്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ആ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തത് അതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയോ ഗ്രൗണ്ട് നട്ട് ഓയിലോ അല്ലെങ്കിൽ നെയ്യ് ചേർത്താലും മതി. ഞാൻ ഇപ്പോൾ ഗ്രൗണ്ട് നട്ട് ഓയിലാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്തു. നമ്മൾ പഴം കൂടുതൽ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരത്തില്ലായിരിക്കും. കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ ആവശ്യത്തിന് പാല് ചേർക്കാം. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ചോക്ലേറ്റും കൂടെ ഒന്ന് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട്. ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. എൻ്റെ കയ്യിലിപ്പോൾ ചോക്ലേറ്റ് ചിപ്സ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാനിവിടെ വാൻ ഹ്യൂട്ടൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്യുന്നത്. പാലിന് ചെറിയൊരു ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ചോക്ലേറ്റൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തു. അല്ലെങ്കിൽ അങ്ങനെ കഷ്ണമായിട്ട് കിടക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇനിയിപ്പം നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു മസ്ക് മെലണും കൂടെ എടുക്കാമെന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. മസ്ക് മെലണിൻ്റെ സ്മൂത്തിയോ ഒന്നും ചെയ്തില്ല, അങ്ങനെ കട്ട് ചെയ്ത് എടുത്തതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി പാൻ കേക്കാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് ഹണി ചേർത്ത് കഴിക്കാം, അല്ലെങ്കിൽ പാൻ കേക്ക് സിറപ്പ് ചേർത്ത് കഴിക്കാം. കുറച്ച് ബട്ടറും കൂടെ കൂട്ടി കഴിക്കാനാണ് മോന് ഏറ്റവും ഇഷ്ടം, ബട്ടറും ഹണിയും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൻ കേക്ക് റെഡിയായി. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി നോക്കാം ബ്രേക്ക്ഫാസ്റ്റിന്. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് മേളിൽ ടെറസിൽ ചെടിക്ക് വെള്ളം ഒഴിക്കാനായിട്ട് പോകണം. അപ്പം ഞാനിപ്പോൾ മിക്കവാറും ഫിൽറ്ററിൻ്റെ വേസ്റ്റ് വാട്ടർ ഉണ്ടല്ലോ, അത് കളക്ട് ചെയ്ത് കൊണ്ടൊഴിക്കും. പിന്നെ എൻ്റെ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ് എല്ലാം ഞാൻ അവിടെ ഇങ്ങനെ കമ്പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിന് കമ്പോസ്റ്റ് ഇങ്ങനെ ബിന്നുണ്ട്, അതിലോട്ട് ഇട്ടു. പിന്നെ ഇനോക്കുലം വേണമെങ്കിൽ ചേർക്കാം, നല്ലതായിട്ട് കമ്പോസ്റ്റ് പൊടിയായിട്ട് വരാനായിട്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇനോക്കുലം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈയിടെ ഒന്നും ചേർക്കുന്നില്ല. അല്ലെങ്കിൽ പിന്നെ കുറച്ച് മണ്ണ് ഇട്ടാലും മതി. ഇന്നിപ്പം ഞാൻ ഒന്നും ഇട്ടില്ല, ഇനിയിപ്പം ഇട്ട് കൊടുക്കണം. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു ടെറസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് അരിയൊക്കെ പാകിയ കാര്യം. ഇപ്പം ഇതാ ടെറസിൻ്റെ അവസ്ഥ. അപ്പോൾ നന്നായിട്ട് ചീര അങ്ങ് കുറേ കിളിച്ച് വന്നു. ഇത് മുരിങ്ങയ്ക്കായും പിന്നെ റാഡിഷും കിട്ടി. അപ്പോൾ അത് രണ്ടും ഞാൻ പറിച്ചെടുത്തു. അപ്പം നോക്കിയപ്പോഴും ചീര ഇഷ്ടം പോലെ അങ്ങ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഗ്രോ ബാഗിലും
നിറച്ച് ചീരയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് മുരിങ്ങയ്ക്ക തോരൻ ഉണ്ടാക്കാമെന്നാണ്. പക്ഷേ നോക്കിയപ്പോൾ ഇത്രയും ചീര നിൽക്കുന്നതുകൊണ്ട് കുറേ ചീര ഇങ്ങനെ പറിക്കാം, എന്നിട്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ ചീരയും കൂടെ ഇങ്ങനെ പറിച്ചെടുത്തു. എന്താ വെച്ചാൽ ഞാനിത് ചീര നടുന്നതല്ല, അത് അങ്ങനെ ഈ ഗ്രോ ബാഗിൽ പണ്ട് ചീര നട്ടതിൻ്റെ അരി ഇങ്ങനെ കിടന്ന് തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ഇത് തന്നെ അങ്ങ് കിളിച്ച് വരും. അപ്പോൾ പിന്നെ ബാക്കി നമ്മൾ അതിനകത്ത് നട്ടേക്കുന്ന ചെടികളെ ഒന്നും കാണാത്ത പോലെ ചീര ഇങ്ങനെ കിളിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ചീര തന്നെ പറിച്ച് ഇന്ന് ചീരത്തോരൻ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഈ മസൂർ ദാൽ മേടിച്ചു. ഞാൻ സാധാരണ മസൂർ ദാൽ മേടിക്കത്തില്ല, അപ്പോൾ തുമരപ്പരിപ്പ് തൂർ ദാൽ മാത്രമാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇന്ന് മസൂർ ദാലും കൂടെ മേടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു സാമ്പാർ ഉണ്ടാക്കുമ്പം പകുതി മസൂർ ദാലും പകുതി തൂർ ദാലും കൂടെ ഇട്ടുണ്ടാക്കി നോക്കാമെന്ന്. അപ്പം എനിക്ക് പക്ഷേ അങ്ങനെ വ്യത്യാസമൊന്നും തോന്നിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് പ്രാവശ്യം പകുതി തുമരപ്പരിപ്പും പകുതി മറ്റേ ഓറഞ്ച് കളറിലെ മസൂർ ദാലും കൂടെ ചേർത്ത് ഉണ്ടാക്കി പരിപ്പ് വേവിക്കാൻ വെച്ചേക്കും. ഇന്നിപ്പോൾ റാഡിഷ് കിട്ടിയോണ്ട് ഞാൻ വിചാരിച്ച് സാമ്പാർ ഉണ്ടാക്കാമെന്ന്. അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ സാമ്പാർ അങ്ങനെ ഇവിടെ അത്ര മോനൊന്നും അത്ര ഇഷ്ടമല്ല. പിന്നെ എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ചു ഇന്ന് ഏതായാലും ഈ റാഡിഷും മുരിങ്ങയ്ക്കായും ഒക്കെ ചേർത്തിട്ട് സാമ്പാർ തന്നെ ഉണ്ടാക്കാമെന്ന്. പിന്നെ അരിയും കൂടെ വേവിക്കാനായിട്ട് പ്രഷർ കുക്കറിൽ അരിയും വെച്ചു. ഇനി പിന്നെ ചീരത്തോരൻ ഉണ്ടാക്കണം. ചീരയൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ജസ്റ്റ് അതൊന്ന് അങ്ങ് അരിയുക. ഞാനിങ്ങനെ തടിയെ വെച്ചിട്ട് തന്നെ അരിയുന്നത്, കൈ വെച്ച് അങ്ങനെ സാധാരണ അരിയാറില്ല. ഇങ്ങനെ ചീരയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ് എല്ലാം ഇങ്ങനെ എടുത്തിട്ട് കമ്പോസ്റ്റ് ചെയ്യും. പണ്ട് ഞാൻ ജോലി വിട്ട് വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യുന്നത്. അപ്പോൾ ആണെങ്കിൽ അന്ന് തൊട്ട് ഞാൻ എൻ്റെ വെജിറ്റബിൾ വേസ്റ്റ് ഒന്നും പുറത്ത് കൊണ്ടുപോകത്തില്ല. ഇവിടെ ഞങ്ങൾക്ക് അപ്പാർട്ട്മെൻറ്റിൽ വേസ്റ്റ് വന്ന് അവർ കളക്ട് ചെയ്തുകൊണ്ട് പോകും. പക്ഷെ ഞാൻ എല്ലാം കമ്പോസ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഒരു വർഷം ആയിട്ട് എൻ്റെ ചെടികളൊക്കെ കുറച്ചു. എന്താ വെച്ചാൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കുറച്ചായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കമ്പോസ്റ്റിംഗ് ഒന്ന് നിർത്തി വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ ഞാൻ കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം അങ്ങനെ വെജിറ്റബിൾ വേസ്റ്റൊക്കെ എല്ലാം കമ്പോസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കും. അപ്പം വേറെ അങ്ങനെ വളങ്ങളൊന്നും ഞാൻ ചേർക്കാറില്ല. ഈ വെജിറ്റബിൾ വേസ്റ്റ് തന്നെ ചെടിക്ക് വളമായിട്ടിടുന്നത്. പിന്നെ വല്ലപ്പോഴും ചിലപ്പം നീമിൻ്റെ പൊടി, നീം കേക്ക് അല്ലെങ്കിൽ മറ്റേ പിണ്ണാക്ക് ഒക്കെ വല്ലപ്പോഴും ഇട്ട് കൊടുക്കും. അത്രയേ ഉള്ളൂ. അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് ചീരയൊക്കെ അങ്ങ് തന്നെ കിളിച്ച് വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമല്ലേ കിട്ടുന്നത്. നമ്മൾ നടാതെ തന്നെ ചീരയൊക്കെ കിട്ടിയപ്പം നല്ല സന്തോഷം. ഇനിയിപ്പം സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക. ഉള്ളിയും ഒരു പൊട്ടറ്റോയും പിന്നെ ക്യാരറ്റും റാഡിഷും പിന്നെ മുരിങ്ങയ്ക്കായും, അത്രയും കഷ്ണങ്ങളേ ഉള്ളായിരുന്നു. അതൊക്കെയാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. പിന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത് ജസ്റ്റ് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞളും കായവും ഇട്ടിട്ടാണ്. എപ്പോഴും സാമ്പാർ പൊടിയൊന്ന് ഉണ്ടാക്കി വെക്കണം എന്ന് ഞാൻ വിചാരിക്കും, പക്ഷേ ഇതുവരെ നടന്നില്ല. ഇനിയും ഒരിക്കലും ഉണ്ടാക്കി നോക്കണം. കായം ഞാൻ ചേർത്തായിരുന്നു കേട്ടോ. കായം കഷ്ണം ഞാൻ ഇതിനകത്തിട്ടു, പക്ഷെ അത് കാണിച്ചില്ല. അങ്ങനെ സാമ്പാറും ഉണ്ടാക്കാനായിട്ട് കഷ്ണം എല്ലാം വേവിക്കാൻ വെച്ചു. എന്നിട്ട് പിന്നെ ഞാൻ വെച്ച് കുറച്ച് ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കാം. എളുപ്പത്തിലൊരു ബീറ്റ്റൂട്ട് പച്ചടി. ബീറ്റ്റൂട്ട് ഒന്ന്
കഷ്ണമായിട്ട് അരിഞ്ഞൊന്ന് ചോപ്പ് ചെയ്തെടുത്തു. അങ്ങനെ ചോറും വെന്തു. ചീരത്തോരൻ മാറ്റിയിട്ട് ആ ചീനച്ചട്ടിയിൽ തന്നെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം സാമ്പാറിന് അതിലോട്ട് തന്നെ കടുക് വറുത്ത്, എന്നിട്ട് പിന്നെ ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കാം. അപ്പോൾ പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി കടുക് വറുക്കാം. അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കടുകും ഉലുവായും പിന്നെ കുറച്ച് ജീരകവും ഇട്ടു. പിന്നെ ചുമന്നുള്ളി അരിഞ്ഞിട്ടാൽ നല്ലതാണ്, പക്ഷെ ഞാൻ ഇന്ന് ചുമന്നുള്ളി ഒന്നും ഇട്ടില്ല. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അങ്ങ് കടുക് വറുത്തൊഴിച്ചു. അങ്ങനെ സാമ്പാർ റെഡിയായി. ഇനിയിപ്പം പച്ചടിക്ക് വേണ്ടിയിട്ട് കുറച്ച് ജീരകം ഇട്ടു. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം. എന്നിട്ട് പിന്നെ ആ ബീറ്റ്റൂട്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി, ബീറ്റ്റൂട്ടിൻ്റെ ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് പിന്നെ ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, സാധാരണ പച്ചടിക്കൊക്കെ നമ്മൾ കടുക് ചതച്ച് ഇടുമല്ലോ, ബീറ്റ്റൂട്ട് പച്ചടിക്ക് ഇടുമോ എന്തോ എനിക്കറിയത്തില്ല. ഞാൻ പക്ഷേ വിചാരിച്ചു ഇച്ചിരി കടുക് ചതച്ചിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കടുകും കൂടെ ചതച്ചിട്ടു ഇതിൻ്റെ കൂട്ടത്തിൽ. കടുക് ചതച്ചത് ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് ജീരകപ്പൊടി ചേർത്താലും മതി, അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ കടുക് ചതച്ചിട്ടു. എന്നിട്ട് പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് എടുത്ത് വെക്കാം. പിന്നെ ഞാൻ ഒരു മുട്ട ഓംലെറ്റും കൂടെ ഉണ്ടാക്കി. ഇപ്പോൾ എല്ലാം ഒന്ന് പാത്രത്തിലോട്ട് എടുത്തങ്ങ് മാറ്റി വെക്കുക. പിന്നെ നമുക്ക് പാത്രമൊക്കെ കഴുകി വെക്കാമല്ലോ. അപ്പോഴത്തേക്ക് ബീറ്റ്റൂട്ട് ഒന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തൈര് ഒഴിച്ചങ്ങ് മിക്സ് ചെയ്ത് വെച്ചു. മുട്ടയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചും റെഡിയായി. കുറച്ച് സാധനങ്ങളൊക്കെ എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണുകയും ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങളൊക്കെ പറയുകയും ചെയ്യുന്ന എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. പിന്നെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ താഴെ വരുന്ന കമൻസ് വായിക്കാനാണ് ഏറ്റവും എനിക്കിഷ്ടം. അത് ഏറ്റവും സന്തോഷം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു വിത്ത് എ ന്യൂ വീഡിയോ. ബൈ.